ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം പ്രകടനമാണ് ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകരെല്ലാവരും വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ടീമിനകത്ത് കാര്യമായ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് ആരാധകർ ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ടീം ചില മാറ്റങ്ങളൊക്കെ നടത്താൻ സാധ്യതയുണ്ട്. രണ്ടോ അതിലധികമോ സൈനിങ്ങുകൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം എന്നാണ് ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഒരു റൂമർ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിലെ ഇന്ത്യൻ താരമായ സൗരവ് മണ്ഡൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനോട് വിട പറയുകയാണ്. കേരളത്തിലെ തന്നെ മറ്റൊരു ക്ലബ്ബായ ഗോകുലം കേരളയാണ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത്. വരുന്ന ജനുവരിയിൽ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊണ്ട് ഗോകുലം കേരളയിലേക്ക് പോകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. താരം സ്ഥിരമായി കൊണ്ടാണോ ക്ലബ്ബ് വിട്ടത്, അതല്ലെങ്കിൽ ലോൺ അടിസ്ഥാനത്തിലാണോ ക്ലബ്ബ് വിട്ടത് എന്നുള്ളതൊന്നും വ്യക്തമായിട്ടില്ല. ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് കേവലം റൂമർ മാത്രമായിക്കൊണ്ട് അവിടെ അവശേഷിക്കുകയാണ്. ഈ സീസണിൽ താരത്തിന് അവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിക്കേൽ സ്റ്റാറെ നൽകിയിരുന്നില്ല. മാത്രമല്ല പരിക്കിന്റെ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് അദ്ദേഹം ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ സീസണിൽ താരത്തിന് ചില അവസരങ്ങളൊക്കെ ലഭിച്ചിരുന്നു എന്നുള്ളത് മാത്രമല്ല, മോശമല്ലാത്ത പ്രകടനം അദ്ദേഹം ഇവാൻ വുക്കുമനോവിച്ചിന് കീഴിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. മുന്നേറ്റ നിരയിൽ വലത് വിങ്ങിൽ പലപ്പോഴും ഭേദപ്പെട്ട ഒരു പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രകടനം നടത്താൻ കെൽപ്പും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൈവിടുന്നതിൽ ഇപ്പോൾ ചില ആരാധകർക്ക് എതിർപ്പുണ്ട്. ഈ ഒരു തീരുമാനത്തിനെതിരെ ചില ആരാധകർ ഇപ്പോൾ പ്രതിഷേധങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ ഒരു അഴിച്ചുപണിയാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗരവ് മണ്ഡലും അതുപോലെ തന്നെ ബ്രേസ് മിറാണ്ടയും രാഹുൽ കെപിയും ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സിനോട് വിട പറഞ്ഞേക്കും എന്നുള്ള റൂമറുകൾ നേരത്തെ തന്നെ സജീവമായിരുന്നു. ഏതായാലും സൗരവ് ഇനി ഐ ലീഗിൽ കളിക്കാനാണ് സാധ്യതകൾ ഉള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആകെ 26 മത്സരങ്ങളാണ് ഈ താരം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 3 അസിസ്റ്റുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ചർച്ചിൽ ബ്രദേഴ്സിന് വേണ്ടിയും ഈ ഒരു താരം കളിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.